വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പ്രതി അർജുൻ തന്നെയെന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ടി.ഡി. സുനിൽകുമാർ തെളിവുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും പ്രോസിക്യൂട്ടറും പ്രതികരിച്ചു. ഇല്ല, നമുക്ക് ഈ വിധിനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇത് പ്രതി തയ്യാറാക്കി കൊടുത്ത് അവിടെ വാദം എന്താണ് പറഞ്ഞത് അത് തന്നെയാണ് അവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ അകത്തും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഈ ജഡ്ജ് ഈ റിപ്പോർട്ടിനെ നമ്മൾ റദ്ദ് ചെയ്തുകൊണ്ട് അടുത്ത് മേൽ നടപടിയായിട്ട് ഈ വാളയാർ കേസ് പോലെ തന്നെ നമുക്കത് പ്രതി അറസ്റ്റ് ചെയ്തുകൊണ്ട് കേസ് വീണ്ടും ഈ FIR നിലനിർത്തിക്കൊണ്ട് കേസ് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കുടുംബങ്ങളും ഞാനും കൂടെ മുമ്പോട്ട് പോകുന്നത്. അടുത്ത് മേൽക്കോടതിയിലേക്ക് പോകുന്നത്. അപ്പീൽ നൽകാനായിട്ട് ഇപ്പം ആലോചിക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ അപ്പീൽ കൊടുക്കും. അതേസമയം വിധിയിൽ തൃപ്തരല്ലെന്ന് പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു. കേസിൽ അപ്പീൽ നൽകുമെന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ കോടതിയെ സമീപിക്കുമെന്നും കുട്ടിയുടെ പിതാവ് ജനം ടിവിയോട് പറയുകയുണ്ടായി. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, തുടർന്നുള്ളൂ. എങ്ങനെയൊക്കെയാണ് പ്രതികരണങ്ങൾ വരുന്നത്? കുട്ടിയുടെ കുടുംബം അപ്പീൽ പോകുമെന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഈ അപ്പീലുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ ഈ കുട്ടിയുടെ കുടുംബാംഗങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷനും അതേ ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അപ്പീലുമായി മുമ്പോട്ട് പോകുക എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെ എത്തിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറഞ്ഞ കാര്യം എന്നുള്ളത് ഈ കോടതി പരാമർശങ്ങൾ, അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായി എന്ന തരത്തിലാണ് കോടതി നിരീക്ഷിച്ചത്. ഈ തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിൽ വലിയ വീഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ വരുത്തി എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഈ പ്രതിയിലേക്ക് അല്ലെങ്കിൽ പ്രതി ഈ അർജുനാണ് ഈ കൃത്യം ചെയ്തത് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അതിൽ ശാസ്ത്രീയ തെളിവുകളുടെ അഭാവം ഉണ്ടായിരുന്നു. ആ തെളിവുകൾ ശേഖരിക്കുന്നവരാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയത് എന്നാണ് ഈ കോടതി നിരീക്ഷിച്ചത്. ഈ ഒരു കാര്യത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് അർജുനെ വെറുതെ വിടാനും കോടതി തീരുമാനിച്ചത്. ഇതിൽ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത്, അന്വേഷണ ഉദ്യോഗസ്ഥനായ ടി.ഡി. സുനിൽകുമാർ വ്യക്തമാക്കിയത്, ഈ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. ഈ വിരലടയാള വിദഗ്ധരും അതുപോലെ തന്നെ സയന്റിഫിക് വിദഗ്ധനും ഈ അവിടെ എത്തി പരിശോധനകൾ നടത്തിയിരുന്നു. അന്വേഷണത്തിൽ ഈ സംഭവം നടന്ന ദിവസം തന്നെ ആ വീട്ടിലെത്തി പരിശോധനകൾ നടത്തുകയും ഈ മറ്റ് തെളിവുകളെല്ലാം തന്നെ ശേഖരിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പീലുമായി മുമ്പോട്ട് പോകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനും വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായി. പ്രധാനമായും കുട്ടിയുടെ പിതാവ് ആവശ്യപ്പെടുന്നത് ഈ കോടതി വിധി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ കോടതി വിധി റദ്ദ് ചെയ്തുകൊണ്ട് പ്രതിയായി അർജുനെ വീണ്ടും അറസ്റ്റ് ചെയ്ത പുനർവിചാരണ വേണമെന്നൊരു ആവശ്യമാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം മുമ്പോട്ട് വയ്ക്കുന്നത്. അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്പീൽ നൽകുമെന്നും കുട്ടിയുടെ പിതാവ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അട്ടിമറി കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായിട്ടുള്ള CPM നേതൃത്വം ഇതിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തി എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ തെളിവുകൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ചെറിയ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നു. പ്രധാനമായും ഈ SC/ST വകുപ്പ് ആദ്യം തന്നെ ചുമത്തുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായി. അത്തരത്തിൽ അത് പ്രതിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണോ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ ഉള്ളതായും അവർ പറയുന്നുണ്ട്. എന്തായാലും ഈ വിധിയുമായി ബന്ധപ്പെട്ട് അപ്പീൽ മുമ്പോട്ട് പോകുമ്പോൾ അപ്പീലുമായി പോകാൻ തന്നെയാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ കുടുംബം തീരുമാനിച്ചിട്ടുള്ളത്. സുബിനാണ് വിവരങ്ങൾ നൽകിയത്.